ഇതുണ്ടോ ഇവിടെ ആ കൂമ്പ് കാണുന്നത്, അത് കൂമ്പ് അതിൻ്റെ പോള പൊഴിഞ്ഞു പോയി അവസാനം. ഗായ്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വാഴക്കൊലയാണ്. നമ്മുടെ ഒരു സുഹൃത്തും നമ്മുടെ ഒരു ബന്ധുവുമായ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ വംശനാശം നേരിടുന്ന ഒരു വാഴ കണ്ടത്. അപ്പോൾ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് ഈ പറഞ്ഞത്, ഇങ്ങനൊരു വാഴ ഇവിടെ എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഞാൻ ഈ വാഴ വന്നു, ഇതൊരു മറച്ചിട്ടേക്കാണ് വെട്ടാൻ വേണ്ടി. ഇത് വംശനാശം നേരിടുന്നെന്ന് പറയുമ്പോൾ എന്താ എല്ലായിടത്തും വാഴയില്ലെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് കൂമ്പില്ല കണ്ണൻ. പണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ശരിക്കും നമ്മുടെയൊക്കെ എല്ലായിടത്തും കൂമ്പില്ല കണ്ണൻ കൂമ്പില്ല കണ്ണൻ്റെ അഭിഷേകമായിരുന്നു. ഇപ്പോൾ കൂമ്പില്ല കണ്ണൻ എവിടെ ഉണ്ട്? എങ്ങുമില്ല. എല്ലാ കൃഷികളിലും ഇപ്പോൾ ചെന്ന് നോക്കിയാലും കൂമ്പില്ല കണ്ണനില്ല. കൂമ്പില്ല കണ്ണൻ്റെ വിത്ത് പോലും കിട്ടാനില്ല. അങ്ങനെ ഒരു കൂമ്പില്ല കണ്ണനാണ് ഈ കാണുന്നത്. ഈ കൂമ്പില്ല കണ്ണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂമ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല. കൂമ്പ് നിൽക്കുന്നിടത്തും കായായിരിക്കും. ഇതെന്തായാലും ഇപ്പം നമ്മുടെ കേരളത്തിൽ അപൂർവമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ഈ കൂമ്പില്ല കണ്ണൻ എന്ന് പറഞ്ഞ വാഴ എങ്ങും തന്നെ ഇപ്പോൾ കാണാനില്ല. അങ്ങനെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കൂമ്പില്ല കണ്ണനാണ് ഇപ്പോൾ നമ്മുടെ ഈ ബന്ധുവിൻ്റെ വീട്ടിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇതിൻ്റെ കൂമ്പ് കാണത്തില്ല. ഇതുണ്ടോ ഇവിടെ ആ കൂമ്പ് കാണുന്നത്, ഇതുണ്ടോ ഇവിടെ ആ കൂമ്പ് കാണുന്നത്, അത് കൂമ്പ് അതിൻ്റെ പോള പൊഴിഞ്ഞു പോയി അവസാനം ഒന്നും ഇല്ലാതാവും. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന വാഴക്കൊലയാണ്. എല്ലായിടത്തും ഒന്നും കാണത്തില്ല. എനിക്കൊരു സുഹൃത്ത് തന്നതിൻ്റെ പേര് ഞാൻ കൊണ്ടുവന്ന് ഇത് നട്ട് ആദ്യം ഇതിൻ്റെ തായ്വാഴ ഇതിനകത്തുകൂടി പന്നി കയറി കുത്തി ഇളക്കി കളഞ്ഞു. അതിനുശേഷം അതിൽ നിന്ന് വന്ന ചൊട്ട കിളിച്ച് വന്ന കൊലയായത്. ഇത്രയും വിത്തുകളുമുണ്ട് ചെറിയ. അത് എന്തായാലും ഇനി ഉള്ള കാലം അത് വംശം നശിച്ചു പോകാതെ അത് സൂക്ഷിക്കുകയും നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് അവിടെ നിന്നും നമുക്ക് പിന്നീട് കിട്ടുമല്ലോ. അത് തന്നെ ഈ വിത്ത് നല്ല കർഷകർക്ക് കൊടുക്കും. പിന്നെ എന്തോ കൃഷി ചെയ്യാനും പന്നി നമുക്ക് തരത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നവർ മാത്രമേ ഇത് കൊണ്ടുപോയി പ്രയോജനമുള്ളൂ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കൾ.